ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അതായത് വൈകിട്ട് ചായയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കേക്ക് തയ്യാറാക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഇത് മുതിർന്നവർക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇത് എയർ ഫ്രയറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ അത് പ്രസ് ചെയ്യുകയും വേണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയത് ഞാനിവിടെ 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു പാത്രത്തിൽ വേണം ഈ ബട്ടർ എടുക്കാൻ. അത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ എടുത്തേക്കുന്ന ഈ കപ്പില്ലേ, ഈ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് എല്ലാം ഞാൻ അളവുകൾ എടുക്കുന്നത്. ഇതിന് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പ് വേണമെങ്കിൽ എടുക്കുക. അതും പൊടിച്ച പഞ്ചസാര ആയിരിക്കണേ. ഇനി അതിലേക്ക് വലിയ 2 മുട്ട ചേർക്കുന്നുണ്ട്. ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം ചേർക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദാമാവ് അത് അരിച്ചെടുക്കാം. അതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണ് സോഡാപ്പൊടിയും 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിന് ശേഷം വേണം അരിച്ചെടുക്കാൻ. ഇനി ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് 1 സ്പൂണ് വാനില എസൻസും അതേപോലെ തന്നെ 1/4 സ്പൂണ് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. നല്ലൊരു ടേസ്റ്റാണ്. രണ്ടും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കുക. നല്ല മിക്സ് ആവണേ. അതിനുശേഷം കുറേശ്ശെ മാവ് ചേർക്കുക. ഒരുമിച്ച് മാവ് ഇട്ട് ഇളക്കരുത്. കുറച്ച് മാവ് വീതം ഇട്ട് നല്ല രീതിയിൽ ഇളക്കുക. ഈ ഒരു പരുവായിരിക്കണേ. ഇനി ഒരു 1/2 സ്പൂൺ മൈദാമാവ് എടുത്തിട്ട് അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് നട്ട്സും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് ഈ ബാറ്ററിലേക്ക് ചേർക്കുക. ഇങ്ങനെ മൈദാമാവിൽ ഇളക്കിയിടുമ്പോൾ ഈ നട്ട്സ് ഇതൊന്നും ഇങ്ങനെ താന്നു പോകില്ല. ഒരേപോലെ എല്ലാ രീതിയിലും ഈ നട്ട്സ് നമുക്ക് കഴിക്കുമ്പോൾ കാണും. ഇവിടെ ഞാൻ ടീ കപ്പിലാണ് എടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലേക്ക് കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് അര കപ്പ് തികച്ചും വേണ്ട, 1/2 കപ്പ് വീതം ഈ ബാറ്റർ ഒഴിക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് നട്ട്സും കൂടെ ഇടുക. ഇനി എയർ ഫ്രയറിൽ വെച്ച് 20 മിനിറ്റാണ് ഞാനിവിടെ സമയമെടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക. അങ്ങനെ അടിപൊളി നല്ല ടേസ്റ്റാണ്, നല്ല മണമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ 1 സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ട് ഈ ബാറ്ററിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ 1 കപ്പിൽ അങ്ങനെയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ആ ഗ്ലാസ് കട്ട് ചെയ്തിട്ട് ഇതാ നോക്കിക്കാൻ നല്ല സ്പോഞ്ച്, നല്ല എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം.
അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിലും ഇങ്ങനെ തന്നെ തയ്യാറാക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമേ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാം. അങ്ങനെ അടിപൊളി ഒരു കേക്കാണ്. അതേപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ